അങ്ങനെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല. ഇന്നത്തെ പരിപാടി നമ്മുടെ ഈ കാണുന്ന കോഴിയില്ലേ, ഇവനെ അങ്ങ് ഗ്രില്ല് ചെയ്യുക. ഇത് ബ്രോയിലർ കോഴിയല്ല കേട്ടോ, ഇത് നാടൻ കോഴിയുടെ 5 ലെഗ് പീസാണ് ഈ കാണുന്നത്. ഇത് മഞ്ഞപ്പൊടി ഉപ്പും മാത്രം തേച്ചിങ്ങനെ വെച്ചേക്കാണ്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ നേരെ ഗ്രില്ല് ചെയ്യാൻ പറ്റിയില്ല. ഇവനെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് വേണമല്ലോ ഗ്രില്ല് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമ്മൾ പച്ച ചിക്കൻ കഴിക്കേണ്ടി വരും. ഇതിപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല, നമ്മുടെ സുഹൃത്ത് കാണിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഇത് വെച്ചില്ലെങ്കിൽ കുഴപ്പം, ആ കുഴിക്കകത്ത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം നിറയും. ആ വെള്ളത്തിൽ സാധനം മുങ്ങി കിടക്കും. കയറിയല്ലോ എന്നിട്ട് ആ ഓട്ട അടഞ്ഞു പോവുകയും ചെയ്യും. അടഞ്ഞു പോകണമെന്ന് മാത്രമല്ല, ആ വെള്ളത്തിൻ്റെ അത് മുങ്ങി കിടക്കും. ഇഡ്ഡലിപാത്രത്തിൻ്റെ അടപ്പിൻ്റെ അടപ്പ് ഇനിയും പൊക്കി വെക്കാം. അതിൻ്റെ അകത്ത് ഒരു ലെയർ കൂടെ. ഇതാണ് അങ്ങനെ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള മസാല റെഡി ആയിരിക്കുകയാണ്. മസാല വേറെ ഒന്നുമല്ല, കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുകൂടെ കിട്ടും. പിന്നെ നമ്മളതൊരു 4 പച്ചമുളക്, ഒരു മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെ. ഇനി മിക്സിയിലിട്ടൊരു 2 അടി അടിച്ച് കഴിഞ്ഞാൽ ഇവൻ ഓക്കെയാണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ ഇറങ്ങി താഴത്തെ കുഴി കിടക്കുന്നുണ്ടോ, എല്ലാം വിട്ട് നല്ല ഇതായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ചിക്കൻ വെന്തിരിക്കുകയാണ്. എല്ലേന്ന് ദശയൊക്കെ വിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും അതിനിടയ്ക്ക് നമ്മളിവിടെ അടുപ്പ് കത്തിക്കാൻ പോവാം. അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് കരി ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. എല്ലേന്നെല്ലാം വിട്ടല്ലോ. മസാല കൂട്ടാം. നല്ല പുള്ളി മസാല പറ്റി. ചുണ്ടുകൂടി ഇരുന്ന കാലം അമ്മ ചൂട് തന്നപ്പോ എല്ലാവരും നല്ല നൂറത്തല്ല നല്ല നൂറുന്നുണ്ട്. ജില്ലാന്നനുസരിച്ച് ഇല്ലത് മസാല ശകലം വരും. ഞാൻ പതുക്കെ വരുന്ന നോക്കുമ്പോൾ പതുക്കെ കോരി ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടെ വെക്കുവാണെങ്കിൽ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നെറ്റി കയറിയിരിക്കുകയാണ്. കരിയാകുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. അങ്ങനെ കരിയായി. നമ്മളിവനെ അടുപ്പയിലും കയറ്റി. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ പതുക്കെ ഇരുന്ന് വേകട്ടെ. ഓൾറെഡി വെന്താണ്, നന്നായിട്ട് ബോയിൽ ചെയ്ത് വെന്ത സാധനമാണ്. ഇനി ഒരു ചെറിയ രീതിയിലൊന്ന് ഗ്രില്ല് ആയി കഴിഞ്ഞാൽ സംഭവം നമ്മൾ ഓക്കെയാണ്. ലേശം അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞേ ഉള്ളൂ. സംഭവം കുഴപ്പമില്ല, നല്ല ചൂടാണ്. ഞാൻ അതിൽ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോഴേക്കും നല്ല മഴയും പെയ്തു.